ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 2-ാം അധ്യായമായ സംഖ്യായോഗത്തിലെ 40-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരുന്നു. നേഹാവിക്രമനാശോ അസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. നമസ്തേ. 40-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഈ യോഗം അഭ്യസിച്ചുകൊണ്ടുള്ള സുധർമാനുഷ്ഠാനത്തിൽ നഷ്ടമോ ക്രമത്തിന് നാശമോ ഉണ്ടാകുന്നില്ല, അനന്തരഫലത്തിലും ദോഷമില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നു. ശ്രീകൃഷ്ണന് വേണ്ടി മാത്രം ചെയ്യുന്ന യാതൊരു കർമ്മത്തിൻ്റെ തുടക്കവും നഷ്ടത്തിൽ കലാശിക്കുന്നതല്ല. കാരണം ഭൗതികകാലത്തുള്ള എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പാഴായിത്തീരുന്നു. കൃഷ്ണ അവബോധത്തോടെ ചെയ്യുന്ന കർമ്മം പൂർത്തീകരിച്ചില്ലെങ്കിലും കേവലം 1% കൂടി അതിന് നഷ്ടമില്ല. മരിച്ചു പൂർണ്ണ ഫലം ലഭിക്കുകയും ചെയ്യുന്നു. ഭൗതിക കർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങളും ശരീരത്തോടൊപ്പം നശിക്കുന്നു. എന്നാൽ കൃഷ്ണ അവബോധത്തോടെയുള്ള പ്രവർത്തനമാകട്ടെ ജഡനാശത്തിനു ശേഷവും ജനങ്ങളെ അടുത്ത ജന്മത്തിൽ ഒരു ഉത്കൃഷ്ട കുടുംബത്തിൽ പിറവിയെടുക്കുവാൻ സഹായിക്കുന്നു. അതാണ് കൃഷ്ണ അവബോധത്തിൻ്റെ കർമ്മത്തിൻ്റെ അതുല്യ വൈശിഷ്ട്യം. നമസ്തേ. 41-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരും. നാളെ. ഹരേ രാമ ഹരേ രാമ രാമ രാമ